ഹലോ എല്ലാവർക്കും വൺ ടീച്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദുബായിലെ ഏറ്റവും വലിയ പള്ളിയായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പള്ളിക്ക് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് എന്ന പേര് വരാനുള്ള കാരണം അന്നത്തെ രാജാവായ ഷെയ്ഖ് സായിദുൽ സുൽത്താൻ നഹിയാൻ എന്ന പേരുള്ള രാജാവിൻ്റെ ഉത്തരപ്രകാരം പള്ളി നിർമ്മിക്കുകയും അങ്ങനെയാണ് ഈ പള്ളിക്ക് ഈ പേര് വരാനുള്ള കാരണമുണ്ടായത്. ഈ പള്ളിൻ്റെ പണി തുടങ്ങിയത് വെച്ചാൽ 1996 ഈ പണി തുടങ്ങിയത്. 2007 ഈ പണി അവസാനിച്ചത്. പിന്നെ ഈ പള്ളീൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 130 ഏക്കർ ചുറ്റളവിലുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടുത്തെ മാർബിൾ മൊത്തത്തിൽ ഇറ്റാലിയൻ മാർബിളാണ്. പിന്നെ എല്ലാ ടൂറിസ്റ്റുകൾക്കും ഇവിടെ വരാനുള്ള അലോട്ട് ഉണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് പെണ്ണുങ്ങൾക്കാണ്. പെണ്ണുങ്ങൾ കുറച്ച് മാന്യമായ ഡ്രസ്സ് ധരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ വേണ്ടത് വെച്ചാൽ ടിക്കറ്റാണ്. ടിക്കറ്റ് നിർബന്ധമാണ്. ടിക്കറ്റ് ഓൺലൈനിലായി എടുക്കുക, അല്ലാതെ ഇവിടെ വന്നിട്ടും ഡയറക്റ്റായി എടുക്കാം കേട്ടോ. പിന്നെ അഥവാ ടിക്കറ്റ് എടുക്കാൻ അറിയില്ലെങ്കിൽ ഇവിടെ വന്നാൽ തന്നെ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റിനെ പറഞ്ഞാൽ പോലെ നമ്മൾ പേര് വിവരങ്ങൾ ചോദിക്കുക. നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് തരുന്നതാണ്. അങ്ങനെ ബോഡി ചെക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ടേക്ക് പോണ വഴിയിൽ തന്നെ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട്. ഷോപ്പിംഗ് മാൾ നമുക്ക് എന്താ ഡ്രസ്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങാം. അല്ലാതെ നമ്മൾ മാളിൽ കയറി എങ്ങനെ ഉണ്ടോ അതേപോലെ എല്ലാ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ആൾക്കൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, കാരണം എൻ്റെ കുറച്ച് വീഡിയോസ് ഡിലീറ്റായി പോയി. ഞാനിത് 2 മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് പിന്നെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഞാൻ ഒരു പുതിയ കണ്ടോ വീഡിയോയിൽ 8-9 വീഡിയോ ഇട്ടിട്ടുള്ളൂ. പിന്നെ എക്സ്പീരിയൻസ് ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇത് രാത്രിയിലാണ് ഇവിടെ അധികം ഭംഗി കാണുന്നത്. ഞാൻ ദുബായിൽ ഏകദേശം 10-15 ദിവസം നിന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു ദിവസം വന്ന സമയത്തുള്ള വീഡിയോ ആണ്. രാത്രിയൊക്കെ ഇതിലൂടെ പോകാറുണ്ട്. റോഡ് സൈഡിലൂടെ തന്നെ ഇത് കാണാൻ നല്ലൊരു ഭംഗി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക. അപ്പോൾ പുതിയ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും ബൈ.